ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ യൂട്യൂബ് ചാനൽ. സോ നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ കോഡിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ഈവൻ ബ്രോക്യാബിലായിക്കോട്ടെ, ലൂമിനറിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് പഠിച്ചാലും കുഴപ്പമില്ല. ഈ ഒരു ജേർണി നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ വിത്തിൻ 1 ഇയർ കൊണ്ട് നിങ്ങൾ എത്താൻ പോകുന്ന ഒരു സ്കിൽ സെറ്റിലേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻകത്തിലേക്ക് വിത്തിൻ 6 മന്ത് കൊണ്ട് നിങ്ങൾക്ക് എത്താൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വളരെ വാലിഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ 2 വർഷം മുമ്പ് ബ്രോക്യാബ് ചെയ്ത് പഠിച്ചിറങ്ങിയിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ, എന്റെ ഡ്രീം കമ്പനിയിൽ എനിക്ക് പ്ലേസ്ഡ് ആവാൻ പറ്റും. UAE തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് കമ്പനിയിൽ വർക്ക് ചെയ്ത് പല എക്സ്പീരിയൻസ് ലെവലിലുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന പോയിന്റ്സ് എൻ്റെ അടുത്ത് ഒരു 6 മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു 1 ഇയർ മുമ്പ് ആരെങ്കിലും വന്ന് പറഞ്ഞു തന്നിരുന്നു എങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ ഡബിൾ സ്കിൽ സെറ്റിലേക്ക്, ഡബിൾ ഇൻകത്തിലേക്ക് എത്തിയാണ്. ഒരു വൃക്ഷം നടാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇവിടുന്ന് 5 വർഷം മുമ്പാണ്. 5 വർഷം മുമ്പ് നമ്മളൊരു വൃക്ഷം നട്ടിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് അതിന്റെ തണൽ തിരിക്കാൻ പറ്റിയാണ്. അങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ ഈസ് റൈറ്റ് നൗ. സോ ഇത് നിങ്ങൾക്കൊരു വേക്കപ്പ് കോൾ ആണ്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് യു ഗോട്ട് എ ഗിഫ്റ്റ് ആണ്. ബ്രോക്യാമ്പ് ഇപ്പോൾ റീസെന്റ് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ കമ്പനിയിൽ വന്നിട്ട് നിഖിൽ സാർ അതിന്റെ CTO ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോയും കുറച്ച് എംപ്ലോയീസ് ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ കൂടുതൽ 10ഓളം എംപ്ലോയീസ് ബ്രോക്യാമ്പിൽ നിന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത്, നമ്മൾ ബ്രോക്യാമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു ലെവലാണെന്ന് വിചാരിക്കുക. ബ്രോക്യാമ്പിൽ നിന്ന് കഴിഞ്ഞ് ഇപ്പൊ ഈ ഒരു 2 ഇയേഴ്സ് റിയൽ പ്രൊജക്ട്സിൽ വർക്ക് ചെയ്തപ്പോൾ ആസ് എ ഡെവലപ്പർ നമ്മൾ വളരുമല്ലോ. ഞാനിപ്പോ ഈ ഒരു ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഈ ഒരു ലെവലിൽ എത്തിയെന്ന് വെച്ചോ ആസ് എ ഡെവലപ്പർ. ഇതേപോലെ ഈ ലെവലിൽ തന്നെ ബ്രോക്യാമ്പിൽ സ്റ്റാർട്ട് ചെയ്ത എന്റെ കൂടെ വന്ന പല കൊളീഗ്സും ഇന്ന് ഈ ലെവലിലല്ല, പല ലെവലിലാണുള്ളത്. ചിലർ ഇവിടെ ആയിട്ടുണ്ട്, ചിലർ ഇവിടെ ആയിട്ടുണ്ട്, ചിലർ ഇവിടെ ഉണ്ട്, ചിലർ അതുക്കും മേലെ എത്തിയിട്ടുണ്ട്. ഒരേ ലെവലിൽ പഠിച്ചിറങ്ങി വന്ന ആൾക്കാർ ഇന്ന് പല സാലറി റേഞ്ചിലും പല സ്കിൽ സെറ്റിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയും. സോ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണണം. ഇതിൽ എസ്പെഷ്യലി ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്റെ കൂടെ തന്നെ ബ്രോക്യാമ്പിൽ നിന്ന് വന്നതാണ്. പക്ഷെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നപ്പോൾ വളരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഈവൻ ബേസിക് കൺസെപ്റ്റ്സ് പോലും മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ ആലോചിച്ചു, ഈശ്വര എന്നെക്കാട്ടിലും വലിയ പൊട്ടന്മാരൊക്കെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് ഞാൻ തന്നെ സന്തോഷിച്ച നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇന്ന് ഞാൻ ഒരു ഡൗട്ട് വന്നാൽ ഫോർ ഷുവർ പുള്ളിയെടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അതിനുള്ള ഉത്തരം എനിക്ക് സ്പോട്ടിൽ തരും. അത്രയും ഡ്രാസ്റ്റിക് ആയിട്ട് ഒരാളുടെ സ്കിൽ സെറ്റ് ഡെവലപ്പ് ആയത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതിന്റെയും റീസൺ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതും ഈ വീഡിയോയിൽ നമ്മൾ പറയും. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിവ്യൂ അതർ പീപ്പിൾസ് കോഡ് എന്നുള്ളതാണ്. അതെ, ആസ് എ ഡെവലപ്പർ നമ്മൾ നമ്മുടെ കോഡ് മാത്രം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുമാതിരി പൊട്ടക്കിണറ്റിലെ തവളയുടെ അവസ്ഥയായിരിക്കും. പല ഡെവലപ്പേഴ്സിനും പല മൈൻഡ് സെറ്റ് ആണ്. ഓരോ ഡെവലപ്പേഴ്സും ഒരു പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതി, അവരത് സോൾവ് ചെയ്യുന്ന രീതി ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. സോ ആസ് എ ഡെവലപ്പർ നമ്മൾ ഗ്രോ ചെയ്യണമെങ്കിൽ വി ഷുഡ് ഡെഫിനറ്റ്ലി റിവ്യൂ അതർ പീപ്പിൾസ് കോഡ്. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ബേസിക്കലി ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നമുക്ക് കിട്ടുന്ന നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു ഡെവലപ്പറിന്റെ കൊടുത്താലും ഏതെങ്കിലും ഒക്കെ രീതിയിൽ ഒരു സൊല്യൂഷൻ പുള്ളിക്കാരൻ കണ്ടുപിടിക്കും. ബിക്കോസ് ദാറ്റ് ഈസ് വി ആർ മെന്റ് ടു ഡു, അല്ലെ? നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യലാണ് ബേസിക്കലി ചെയ്യുന്നത്. സോ ദ തിങ് ഈസ്, ഒരു ബെസ്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ വി ഷുഡ് പ്രൊവൈഡ് ദ ബെസ്റ്റ് സൊല്യൂഷൻ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രോബ്ലം നമ്മളിപ്പോൾ സോൾവ് ചെയ്തെടുക്കുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ സൊല്യൂഷനിൽ നിന്നും ദ ബെസ്റ്റ് ഡെവലപ്പറിലേക്ക് അല്ലെങ്കിൽ ദ ബെസ്റ്റ് സൊല്യൂഷനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് സിംപ്ലി റിവ്യൂയിങ് അതർ പീപ്പിൾ കോഡ് തന്നെയാണ്. അത് നിങ്ങൾ ഡെവ് ചെയ്യുന്ന ഒരു കാര്യം ആയിക്കോട്ടെ, ഈവൻ ലീഡ് കോഡിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പോലും ആയിക്കോട്ടെ, നമ്മുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വെച്ച് കെട്ടി പോവല്ല. പകരം മറ്റുള്ളവരുടെ സൊല്യൂഷൻസ് വായിച്ചത് മനസ്സിലാക്കി അതിന്റെ അപ്രോച്ച് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ കോഡ് കോപ്പി ചെയ്ത് ChatGPT ഇട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് ആ കണ്ട എക്സ്പ്ലനേഷൻ മൊത്തം വായിച്ച് മനസ്സിലാക്കിയ ശേഷം മുമ്പോട്ട് പോവുക. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഔട്ട് ഓഫ് ട്യൂട്ടോറിയൽ ഹെൽ എന്നുള്ളതാണ്. ട്യൂട്ടോറിയൽ ഹെൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ഓൺലി ഗുഡ് അറ്റ് വാച്ചിങ് ട്യൂട്ടോറിയൽസ്. നമ്മൾ ട്യൂട്ടോറിയൽസ് മാത്രം കണ്ട് അതിൽ സ്റ്റക്ക് ആയി പോയിരിക്കുന്ന ഒരു അവസ്ഥ. എങ്ങനെയാ ഇപ്പൊ പറയുന്നത്? അതായത് ഒരു ട്യൂട്ടോറിയൽ കണ്ട് അതിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യാണ്ട് തന്നെ അടുത്തൊരു ട്യൂട്ടോറിയലിലേക്ക് പോവുക, അവിടുന്ന് അടുത്ത ട്യൂട്ടോറിയലിലേക്ക് പോവുക, ലൈക്ക് ലുക്കിംഗ് ഫോർ ദ ബെസ്റ്റ് ട്യൂട്ടോറിയൽ. ഏതോ ഒരു മാജിക്കൽ ട്യൂട്ടോറിയൽ വന്നിട്ട് നമ്മുടെ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്ത് നമ്മളെ ദ ബെസ്റ്റ് 10 LPയിൽ ഒരു ഫ്രഷറിനെ പ്ലേസ് ആക്കാൻ ഒരു ബെസ്റ്റ് ട്യൂട്ടോറിയൽ ഉണ്ട്, അത് തപ്പി നടക്കുന്ന ഒരു അവസ്ഥ. എങ്ങനെ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങളുടെ സീനിയേഴ്സിന്റെ അടുത്തോ നിങ്ങൾ മെന്റേഴ്സ് ആയിട്ട് കാണുന്ന ആരുടെയെങ്കിലും അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾ പഠിക്കുന്ന ഡൊമൈനിൽ ഒരു ട്യൂട്ടോറിയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു ട്യൂട്ടോറിയൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അവസാനം വരെ ആ ട്യൂട്ടോറിയൽ തീർക്കുന്നത് വരെ അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് വന്നാൽ ChatGPT യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡോക്യുമെന്റ്സും ആർട്ടിക്കിൾസും ഒക്കെ വായിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. അല്ലാണ്ട് അടുത്ത ട്യൂട്ടോറിയലോട്ട് പോവല്ല വേണ്ടത്. മനസ്സിലാവാത്ത പോർഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പോർഷൻ എന്നെ പറ്റിയിട്ട് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കുക. അല്ലാണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്ത് വിട്ട് കളയരുത്, അത് കംപ്ലീറ്റ് ചെയ്യുക. ബെസ്റ്റ് വേ ടു ലേൺ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആ
ആ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്ത് തീർക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചിട്ട് ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഒരു പ്രൊജക്റ്റ് ആയിട്ട് ചെയ്യുക. ആ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പലയിടത്തും സ്റ്റക്ക് ആവും, അപ്പൊ പലതും പഠിക്കേണ്ടി വരും. കംപ്ലീറ്റ്ലി ആ ഒരു പ്രൊജക്ട് ചെയ്ത് തീർക്കുമ്പോഴാണ് ആസ് എ ഡെവലപ്പർ നിങ്ങൾ ഡെവലപ്പ് ആവുന്നത്. നിങ്ങൾക്കൊരു ഡെവലപ്പർ ആവണമെങ്കിൽ നിങ്ങൾ സാധനം ഡെവലപ്പ് ചെയ്യുക തന്നെ വേണം. നിങ്ങളൊരു പ്രൊജക്ട് സെലക്ട് ചെയ്യുക, ആ പ്രൊജക്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ബിൽഡ് ആവുന്ന കോൺഫിഡൻസ് ലെവൽ തന്നെയാണ് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ ഇനി 4ാമത്തെ പോയിന്റിലേക്ക് പോകാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് 4ാമത്തെ പോയിന്റ് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. വെയിറ്റ് നിങ്ങൾ എന്തോ ചെയ്യാൻ മറന്നിട്ടുണ്ട്. യെസ്, ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല. ഐ നോ ദാറ്റ്. ലൈക്ക് ചെയ്തിട്ട് പോകണം. ബിക്കോസ് കാണുന്നതിൽ പകുതി പേര് ലൈക്ക് ചെയ്യുന്നില്ല ആൻഡ് കാണുന്നതിൽ 90% ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് അല്ല. വാട്ട് എ ട്രാജഡി. പ്ലീസ് ഹെൽപ്പ്, പ്ലീസ് സപ്പോർട്ട്. അതായത് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ പ്രോ ക്യാമ്പിൽ നിന്ന് ഇവിടെ ജോയിൻ ചെയ്ത എൻ്റെ ഒരു കൊളീഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലിറ്ററലി ബേസിക് കൺസെപ്റ്റ് പോലും ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത ലെവലിൽ നിന്നിട്ട് വിത്തിൻ 1 to 2 years കൊണ്ട് പുള്ളി ഞാൻ റീസെന്റ് കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഡെവലപ്പറായി മാറിയ, ഇവിടെ കരിയറിലെ ഡ്രാസ്റ്റിക് ആയിട്ട് സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരു അപ്രോച്ച് ആണ് അടുത്ത നമ്മുടെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്. ആസ് എ ഡെവലപ്പർ നമുക്കൊരു പ്രോബ്ലം തരും, നമ്മൾ അത് സോൾവ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അതിന് ആക്ച്വലി 2 വേ ആണുള്ളൂ. ഇതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഒരു സ്റ്റോറി പറഞ്ഞു തരാം. കഥ എന്ന് പറയുന്നത് ഒരു ടൗൺ കൗൺസിലിന്റെ ഒരു പ്രൊജക്റ്റ് ആണ്. 50 ബിൽഡിങ്സ്, 50 വീടുകൾ പണിയുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ 50 വീടുകൾ പണിയാൻ വേണ്ടിയിട്ട് 2 എഞ്ചിനീയേഴ്സിനെ അവർ ചൂസ് ചെയ്തു. ഒന്ന് ടോം എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ, 2 ജാക്ക് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ. ദീസ് 2 എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് ഈക്വലി സ്കിൽഡ് ആണ് കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ. ബട്ട് അവരുടെ അപ്രോച്ചസ് ഡിഫറെന്റ് ആയിരുന്നു. ഇവർ രണ്ടുപേരും പണി തുടങ്ങി. ജാക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജാക്കിന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ലക്ഷ്യം. സോ പുള്ളി എന്ത് ചെയ്തു, ഗൂഗിളിൽ നോക്കി ബ്ലൂ പ്രിന്റ്സ് ഒക്കെ പ്ലാൻസ് ഒക്കെ കണ്ടുപിടിച്ച് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഗൂഗിളിൽ നിന്ന് കിട്ടിയ ആ ബ്ലൂ പ്രിന്റ്സ് എക്സാക്ട്ലി ഫോളോ ചെയ്ത് ബിൽഡിംഗ് പണിയാൻ സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി പുള്ളി കോപ്പി ചെയ്യുന്ന പ്ലാൻസ് അന്ന് ബിൽഡ് ചെയ്ത എഞ്ചിനീയർ ബിൽഡ് ചെയ്തപ്പോൾ കൺസിഡർ ചെയ്ത സ്ട്രക്ചറിലും എൻവയോൺമെന്റിലും ആയിട്ടുള്ള റീസൺസ് ഒന്നും മനസ്സിലാക്കാണ്ട് ആ ബ്ലൂ പ്രിന്റ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ഈ പുള്ളി ഇവിടെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കേണ്ടാത്തത് കൊണ്ട് തന്നെ ആ ഒരു ബിൽഡിംഗ് അന്ന് ആ പ്ലാൻ വരച്ച ആള് പണിഞ്ഞപ്പോ ആ സ്ട്രക്ചർ എന്തുകൊണ്ട് അങ്ങനെ വന്നു, അതിന്റെ മെറ്റീരിയൽസ് എന്തുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്തു എന്നൊന്നും മനസ്സിലാക്കാണ്ട് പുള്ളി പെട്ടെന്ന് തന്നെ ബിൽഡിങ്സിന്റെ പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്തു. സോ എല്ലാവരും ജാക്കിന്റെ സ്പീഡ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. ടോം ഓൺ ദ അതർ ഹാൻഡ്, പുള്ളിയും ആക്ച്വലി ജാക്കിനെ പോലെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത ബ്ലൂ പ്രിന്റ്സ് റെഫർ ചെയ്ത് തന്നെയാണ് സ്വന്തമായിട്ട് ബിൽഡിങ്സ് പണിയാൻ തുടങ്ങിയത്. ഇൻസ്റ്റെഡ് ഓഫ് സിംപ്ലി കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് പകരം പുള്ളി അതിന്റെ എല്ലാ ആസ്പെക്ട്സും നോക്കി മനസ്സിലാക്കി. പുള്ളി അവിടുത്തെ ലോക്കൽ സോയിൽ കണ്ടീഷനെ പറ്റി പഠിച്ചു, വെതർ പാറ്റേൺസിനെ പറ്റി പഠിച്ചു, അവിടെ ബിൽഡിങ്സ് കെട്ടാൻ പറ്റിയ ബെസ്റ്റ് മെറ്റീരിയൽ എന്താണെന്ന് റിസർച്ച് ചെയ്തു. സമയം എടുത്ത് തന്നെ പ്ലാൻസിൽ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തി അവിടുത്തെ എൻവയോൺമെന്റിന് പുള്ളി കെട്ടാൻ പോകുന്ന ബിൽഡിങ്സ് വെൽ സ്യൂട്ടഡ് ആണെന്ന് മനസ്സിലാക്കി പുള്ളി പ്ലാനിൽ അതിനകത്ത് പല ഇംപ്ലിമെന്റേഷൻസും വരുത്തി. പ്രോസസ് കുറച്ച് ലോങ് ആയിരുന്നു, ബട്ട് ഔട്ട്കം രണ്ടും ഡിഫറെന്റ് ആയിരുന്നു അല്ലെ. ടോം ബിൽഡ് ചെയ്താണെങ്കിലും ജാക്ക് ബിൽഡ് ചെയ്താണെങ്കിലും ഒരേപോലത്തെ സാധനങ്ങൾ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ആൾക്കാർ നോക്കുമ്പോൾ ജാക്കും ടോമും ഒരേപോലത്തെ സാധനങ്ങൾ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ജാക്ക് ടോമിനെക്കാട്ടിലും നേരത്തെ പണി തീർത്ത് കൊടുത്തു. സോ എല്ലാവരും ജാക്കിന്റെ കഴിവിൽ ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു. ആൻഡ് ടോമിനെക്കാട്ടിലും ബെറ്റർ ആണ് ജാക്ക് എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജാക്കിന്റെ കെട്ടിടത്തിന് പണി കിട്ടാൻ തുടങ്ങി, ഭിത്തിയിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങി. ബിക്കോസ് ലോക്കൽ സോയിൽ കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു ഫൗണ്ടേഷൻ ആയിരുന്നില്ല ഇട്ടിരുന്നത്. മഴ സമയത്ത് ബേസ്മെന്റിൽ വെള്ളം കയറുക, ഇങ്ങനത്തെ കുറച്ച് പ്രശ്നം ഉണ്ടായി. ബിക്കോസ് ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് പ്ലാൻഡ് ആയിരുന്നില്ല അവിടുത്തെ വെതർ കണ്ടീഷൻ അനുസരിച്ച്. ഇത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്കിന് ഇതൊന്നും പ്രോപ്പർ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ എന്തുകൊണ്ടാണ് വന്നതെന്ന് പോലും ജാക്കിന് മനസ്സിലാവുന്നില്ല. അതിനെ പറ്റിയിട്ടുള്ള ഒരു റിസർച്ചും ഇത് പണിയുന്ന സമയത്ത് ജാക്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ബട്ട് ടോം ഓൺ ദ അതർ ഹാൻഡ് സ്റ്റൂഡ് സ്റ്റിൽ. ബിക്കോസ് പുള്ളിയുടെ ബിൽഡിങ്സിനൊന്നും യാതൊരു തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ടോമിന്റെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺസ് ഒക്കെ അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള കോമൺ പ്രോബ്ലംസിനെ ഒക്കെ സിമ്പിൾ ആയിട്ട് പ്രിവെന്റ് ചെയ്തു. ബിക്കോസ് അവിടുത്തെ ലോക്കൽ ഏരിയയെ പറ്റിയൊക്കെ നല്ല രീതിയിൽ ആര് റിസർച്ച് നടത്തിയിരുന്നു, നമ്മുടെ ടോം റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ടോമിന് അത് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ബിക്കോസ് കൺസ്ട്രക്ഷൻ പിന്നിലുള്ള എല്ലാ ലോജിക്കും പ്രിൻസിപ്പിൾസും ടോം നല്ലപോലെ റിസർച്ച് ചെയ്ത് പഠിച്ചു തന്നെയായിരുന്നു ചെയ്തത്. അങ്ങനെ അവസാനം ആ ടൗൺ കൗൺസിൽ മൊത്തം ടോമിന്റെ വില മനസ്സിലാക്കി. ഇതേ കാര്യം തന്നെയാണ് എല്ലാ ഫീൽഡിലും വർക്ക്ഔട്ട് ആവുന്നത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിലും. ഈ ഒരു സ്റ്റോറിയുടെ കേസ് പറയുകയാണെങ്കിൽ ഒരു പോയിന്റ് വരെ ജാക്ക് ചെയ്ത അപ്രോച്ച് ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞ ഡ്രാസ്റ്റിക് ആയിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്ത എന്റെ കൊളീഗ് ചെയ്തത് ടോം ചെയ്ത അപ്രോച്ച് ആയിരുന്നു. അതായത് എനിക്കൊരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ഫസ്റ്റ് തോട്ട് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ടാസ്ക് കിട്ടും, ഞാൻ ആ
ടാസ്ക് എന്താണെന്ന് നോക്കി മനസ്സിലാക്കും. ആ ടാസ്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് അതിലോട്ട് എത്തി. ബേസിക്കലി പറയുകയാണെങ്കിൽ ഗൂഗിൾ ചെയ്ത് സൊല്യൂഷൻസ് നോക്കി അതിനകത്തുള്ള നമ്മളിപ്പോ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒറ്റയടിക്ക് സൊല്യൂഷൻ കിട്ടണം എന്നില്ല. ഇവൻ ChatGPT പോലും കിട്ടിയെന്ന് വരത്തില്ല. ബട്ട് ഗൂഗിൾ ചെയ്ത് പല എടുത്തു നിന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സ്നിപ്പറ്റ്സ് ആയിട്ടാണെങ്കിലും അതിന്റെ പല ബ്രേക്ക് ഡൗൺ ചെയ്ത സൊല്യൂഷൻസ് കിട്ടി. ഇതൊന്ന് അസംബിൾ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം ഉള്ള കോഡിംഗ് സ്കിൽ തന്നെ ധാരാളം. സോ ഇതെല്ലാം അസംബിൾ ചെയ്തെടുത്ത് നമ്മുടെ സൊല്യൂഷനിലോട്ട് എത്തിച്ചേർക്കാൻ പെട്ടെന്ന് PR ഇടും. ഈ ഒരു അപ്രോച്ചിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോപ്പി ചെയ്യുന്ന കോഡ് അത് എഴുതിയ ഡെവലപ്പർ എഴുതിയ സാഹചര്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാണ്ടാണ് കോപ്പി ചെയ്യുന്നത്. ഈ അപ്രോച്ച് ആക്ച്വലി ഒട്ടും ശരിയല്ല. ബിക്കോസ് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ആ കോഡിൽ ഉണ്ടാവും, അനാവശ്യമായ ലോഡ് ഉണ്ടാവും, എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. ഓൾസോ അതൊരു ബെസ്റ്റ് അപ്രോച്ച് ആയിരിക്കില്ല. അൾട്ടിമേറ്റ്ലി ഒരു പ്രോബ്ലം അതിനകത്ത് വന്നാൽ അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പോലും എനിക്ക് മനസ്സിലാവണം എന്നില്ല. ഏകദേശം ഇതേ അപ്രോച്ച് തന്നെയാണ് എന്റെ കൊളീഗും ചെയ്തത്. അതായത് പുള്ളി ഗൂഗിൾ ചെയ്ത് ChatGPT എടുത്ത് ചോദിച്ചും ഒക്കെ തന്നെയാണ് കോഡ് അല്ലെങ്കിൽ ആ സൊല്യൂഷനിലോട്ട് അറൈവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ബട്ട് ആ കോഡ് നമ്മൾ ഗൂഗിൾ ചെയ്ത് എടുക്കുന്ന കോഡ്, മനസ്സിലാക്കി എടുക്കുന്ന കോഡ്, അതിനകത്തുള്ള ഈച്ച് ആൻഡ് എവറി ലൈൻ എന്തിനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പുള്ളി പേസ്റ്റ് ചെയ്യുള്ളൂ. അതായത് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലൈബ്രറി, അതിൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻസ്, ആ ഫംഗ്ഷന്റെ യൂസ്, ആൾട്ടർനേറ്റ് ആയിട്ടുള്ള മറ്റ് സൊല്യൂഷൻസ്, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഡിന്റെ A to Z മനസ്സിലാകുന്ന വരെ ടൈം എടുത്ത് അത് കംപ്ലീറ്റ്ലി മനസ്സിലായിട്ട് ഇവൻ ഒരു സിംഗിൾ ലൈൻ പോലും മനസ്സിലാവാതെ പുള്ളിക്ക് ഉണ്ടാവില്ല. എല്ലാം കംപ്ലീറ്റ്ലി മനസ്സിലായിട്ട് മാത്രമേ ആ കോഡ് PR ഇടുള്ളൂ. സോ ഞാൻ ചൂസ് ചെയ്തത് ഈസിയസ്റ്റ് പാത്ത്, ഷോർട്ടസ്റ്റ് പാത്ത്. പുള്ളി ചൂസ് ചെയ്തത് ഹാർഡസ്റ്റ് പാത്ത്, കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പാത്ത്. ഈ ഒരു അപ്രോച്ച് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ബെസ്റ്റ് കോഡർ അല്ല, ബെസ്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് മാറാൻ സാധിക്കും. ഞാനും ലാസ്റ്റ് 1 year ആയിട്ട് അത് തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല ആൾക്കാരും ചെറിയ എക്സ്പീരിയൻസിൽ വലിയ സാലറി, എന്നാൽ ചില ആൾക്കാർക്ക് വലിയ എക്സ്പീരിയൻസ് ഉണ്ടായാലും കുറച്ച് സാലറി ഉള്ളൂ. ഈ ഡിഫറൻസിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ അപ്രോച്ച് ഫോളോ ചെയ്യുന്നവർക്ക് തന്നെയായിരിക്കും ഹൈ സ്കില്ലും ഹൈ ഇൻകവും അവരുടെ കൂടെ തന്നെ ആയിരിക്കും. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്.